أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين آمين. സൂറത്ത് യാസീൻ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് അള്ളാഹ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് ഈ ആയത്തുകളിലൂടെ. അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച മഹാ അത്ഭുതങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. പ്രത്യേകിച്ച് വാനലോകത്തുള്ള സൂര്യനും ആ സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ സംബന്ധിച്ച്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏകനായ എല്ലാറ്റിനും കഴിവുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്ന ഓർമ്മിപ്പിക്കലാണ്. ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ സൃഷ്ടാവിലേക്കാണ് നിങ്ങളെ ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു എന്ത് ചെയ്യാണ്, ആ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ വിശദീകരണങ്ങൾ തീരുന്നില്ല. അള്ളാഹ് വീണ്ടും അള്ളാഹുവിനെ വിശദീകരിക്കുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അതാ റബ്ബ് പറയുന്നത് വആയത്തുല്ലഹും, അവർക്ക് ഉള്ള ദൃഷ്ടാന്തം. ആ ലഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുറെ ആളുകളില്ലേ, ഇന്നുമുണ്ട് അന്നുമുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹു ആരാണ് എന്ന് അറിഞ്ഞിട്ടും കൃത്യമായി അള്ളാഹുവിനെ അറിയാത്ത ആൾക്കാർ. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൽ മാത്രമായിരുന്നില്ല വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള ശക്തികളിലേക്ക് അഭയം തേടിയവരായിരുന്നു. അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന ഒരു ആയത്താണ്. എന്താ ആയത്ത്? ഞാൻ പറഞ്ഞ 6ഓളം അർത്ഥങ്ങൾ മലയാളത്തിൽ തന്നെ നമുക്ക് അതിന് കിട്ടും. ഒന്ന് അടയാളം, ദൃഷ്ടാന്തം, അതുപോലെ തന്നെ തെളിവ്, ഖുർആന്റെ ആയത്ത് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല രൂപത്തിൽ ആയത്ത് എന്നുള്ളതിന് അർത്ഥം പറയാറ്. ഇവിടെ ഉദ്ദേശം ദൃഷ്ടാന്തമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊരു ദൃഷ്ടാന്തം ഒരുക്കി. ഒന്നല്ല, കുറെ ഉണ്ടല്ലോ. ദുനിയാവ് മുഴുവൻ ദൃഷ്ടാന്തമാണ്. ആകാശഭൂമിയും മുഴുവൻ അവർക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഒന്നുപോലും പടക്കാൻ ആർക്ക് കഴിയൂല? മനുഷ്യന് കഴിയൂല. നിയന്ത്രിക്കാൻ പോലും മനുഷ്യന് കഴിയൂല. ഇതിനെ മുഴുവൻ ഒരു പ്രയാസവും ഇല്ലാതെ നിയന്ത്രിച്ചു പോരുന്നവനാണ് ആര്? അള്ളാഹ്. രാവും പകലും സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുന്നൊരു ദൃഷ്ടാന്തം, അന്ന ഹമൽന ദുർരിയത്തഹും. അന്ന പ്ലസ് നഹ്നു, അന്ന തീർച്ചയായും നാം, ഹമൽന നാം വഹിച്ചിരിക്കുന്നു, നാം വഹിക്ക. ഹമല എന്ന വാക്കിന്റെ അർത്ഥം ക്യാരി ചെയ്യുന്നതാണ്. ക്യാരിയിങ് എന്നാണ് ശരിക്കും. ഹമല യഹ്മിലു, നമ്മൾ ഗർഭിണിക്ക് പറയും ഹാമിൽ. അറബിയിൽ ഗർഭിണിക്ക് എന്താ പറയുക? ഹാമിൽ. ഹാമിലത്ത് എന്ന് പറയണ്ട, ഓൾറെഡി അത് പെണ്ണിന്റെ സ്വഭാവമായതുകൊണ്ടാണ് ഹാമിൽ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. ഹമല ഹമ്മാലത്തൽ ഹത്തബ്, അബൂലഹബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞില്ലേ, ഹമ്മാലത്തൽ ഹത്തബ്. ഹത്തബിനെ വിറകുകൾ ശേഖരിച്ചു വെച്ചിരുന്ന, അതിനെ വഹിച്ചു കൊണ്ടുപോരുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. അവർ അതൊരു പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിക്കുമ്പോഴാണ്. ഇവിടെ ഉദ്ദേശം ഹമൽന നാം വഹിപ്പിച്ചു, ദുർരിയത്തഹും അവരുടെ മക്കളെ, സന്താനങ്ങൾ, അതായത് ഇവരും വരെ മക്കളെയൊക്കെ അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, വഹിച്ചു കൊണ്ടുപോകുന്ന എന്തിൽ? ഫിൽ ഫുൽക്ക്. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, കപ്പലിൽ വഹിക്കുന്ന രൂപത്തിൽ കപ്പൽ സഞ്ചാരം. അന്നത്തെ കാലഘട്ടത്തിലും കപ്പലുണ്ട്. ഇന്നിപ്പോ കാലം എത്ര അപ്ഡേറ്റഡ് ആണെങ്കിലും സഫീന എന്ന് പറയും കപ്പലിന്. ഇവിടെ അധികവും വലിയ ചരക്ക് കപ്പലുകൾക്കാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക ഫുൽക്ക് എന്നത്. ഫുൽക്ക് വലിയ കെട്ടിട സമാനമായി പോകുന്ന കപ്പലുകൾ. അന്നും അല്ലെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരയും ഇക്കരയും എത്തിച്ചിരുന്നത് കടൽ മാർഗേണയാണ്. ഇന്നും അതന്നെയല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. ഒന്ന് അടച്ചപ്പോ പ്രയാശാൻ, ഹുർമുസ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ട്രൈറ്റ് ആണെങ്കിലും അല്ലെ, ആ ഒരു മൊലിയക്ക് അല്ലെങ്കിൽ ആ ഒരു ഹുർമുസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒന്ന് അടച്ചപ്പോൾ ലോകം മുഴുവൻ എന്തായി? നിങ്ങൾ വെച്ചാൽ അള്ളാഹിന്റെ വലിയ നിയമത്താണ്. അതൊരു ആയത്താണ്. റബ്ബ് പറയണ ആയത്താണ്. നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് ദുനിയാവിൽ ചെയ്തു തരുന്ന സൗകര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയേണ്ടവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ പരാതി പറയുന്നവരാ. നന്ദി പറയണതിൻ്റെ അപ്പുറത്ത്
നമുക്ക് കിട്ടാത്തതിൽ അല്ലെങ്കിൽ കിട്ടിയതിൽ കുറഞ്ഞു പോയത്, അതിലെ പോരായ്മകളൊക്കെ ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് നമ്മൾ പരാതി പറയും. കിട്ടിയതിൽ നന്ദി ചെയ്യാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചുറ്റിലുണ്ട്. അള്ളാഹു തന്ന കുറെ അനുഗ്രഹങ്ങൾ. ഞാൻ ഈ ഒരു ആയത്ത് എനിക്ക് ഓതിപ്പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങളൊരു വളരെ അർജന്റായ ഒരു മീറ്റിംഗ് വിളിക്കാൻ നേരത്തെ പറയും എനിക്ക് മീറ്റിങ്ങിന് ഇരിക്കാൻ പറ്റൂല, എനിക്കൊരാള് എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണെന്ന്. ഇത്ര ഗൗരവമുള്ള ആൾ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ആദ്യമായി ദുബായിൽ വന്നപ്പോൾ എനിക്ക് എല്ലാ സൗകര്യം ചെയ്തു തന്ന ആളാണ്, എനിക്ക് കിടക്കാന് ഒരു മുറി ഒരുക്കി തന്ന ആളാണ്, അയാളെ വിരിപ്പ് മാറ്റിയിട്ട് പുതിയൊരു വിരിപ്പ് വിരിച്ചിട്ട് എന്നെ കിടത്തിയ ആളാണ്, അവിടെ ആരും ഇല്ലാത്ത സമയത്ത് എന്നെ റിസീവ് ചെയ്ത് എനിക്കെല്ലാം ചെയ്തു തന്ന ആളാണ്. അപ്പൊ അയാളോടുള്ള കടപ്പാടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭൂമിയിൽ നമുക്ക് പലരോടും കടപ്പാടുണ്ട്, പല സൗകര്യങ്ങളും തന്നവരോട് കടപ്പാടുണ്ട്, നന്ദി ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് എത്രമാത്രം നമുക്ക് ആ കടപ്പാടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അള്ളാഹ് എന്തെല്ലാം ചെയ്തു തന്നു. ആകാശഭൂമികളെ സംബന്ധിച്ച് നമ്മള് ഈ വശംസു തജ്രീലി മുസ്തഖറില്ലഹ ദാലിക തഖദീറുൽ അസീസുൽ അലീം എന്നായി തോന്നാൻ. ആലോചിക്ക്, സൂര്യൻ ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ? സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടോ? ഇല്ല. സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ രാവു പകലുകളുണ്ടോ? ഇല്ല. സൂര്യൻ എന്നത് മഹാ അത്ഭുതമാണ്. ചില ആളുകൾ സൂര്യനെ ആരാധിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാം, ഇബ്രാഹിം നബി ബാബിലോണിയയിൽ നിന്ന് നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അഭയം തേടിയ നാട് സിറിയയാണ്. ഹർറാൻ എന്ന് പറയുന്ന പട്ടണമാണ്. ഹർറാനുള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നക്ഷത്രങ്ങളെ ആരാധിച്ചു പോരുന്നവർ, വിഗ്രഹങ്ങളല്ല, മുമ്പ് ബാബിലോണിയ വിഗ്രഹങ്ങൾ ആരാധിച്ചവരാ, ഇവിടെ ഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണ്. അവർ പറഞ്ഞാൽ അവിടെ അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം നബി. എന്ത് കണ്ടപ്പോ ഫലമ്മ റഅ അശംസ ബാസിഗതൻ, അതിന് മുന്നേ റബ്ബ് പറഞ്ഞു ഫലമ്മ റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി, ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം കണ്ടപ്പോ പറഞ്ഞു ഇതെന്റെ റബ്ബാണ്. ഫലമ്മ അഫല, അത് നക്ഷത്രത്തിന്റെ പ്രഭയങ്ങ് മങ്ങി പ്രഭാതമായപ്പോ പറഞ്ഞു ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഇതെങ്ങനെ എന്റെ റബ്ബാവുക, കാരണം അസ്തമിക്കുന്നവൻ എനിക്കിഷ്ടല്ല. പിന്നെ ചന്ദ്രനെ കണ്ടു രാത്രി, അല്ലെ, ഫലമ്മ റഅൽ ഖമറ ബാസിഗൻ, ചന്ദ്രൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചന്ദ്രനെ ആരാധിച്ചിരുന്ന സമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ പൊള്ളത്തരത്തെ വിശദീകരിക്കുമ്പോൾ പറയാണ് ഇതൊന്നും ദൈവമല്ല, ഇതൊന്നും ഷഠാവല്ല, ഇതിനൊന്നും ആരാധിക്കപ്പെടാൻ അർഹതയില്ല. നിങ്ങൾ ഈ സമൂഹം അതിനെ ആരാധിക്കണം എന്തുകൊണ്ടാ? അതിനെന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, അതിനെന്തോ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിനെന്തോ നന്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ അതിനും അപ്പുറത്ത് നന്മകൾ ചെയ്തവനാണ് ആര്? ഏകൻ അല്ലദീ ഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവ്. അപ്പൊ അള്ളാഹു ദുനിയാവിൽ ഒരുക്കി വെച്ച ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾക്ക് നമ്മൾ ആരാകണം? നന്ദിയുള്ളവനാവണം. ഈ ആയത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളെയും നിങ്ങൾ ആലോചിക്കും, ലോകത്ത് എത്ര ആളുകൾ സത്യനിഷേധികൾ പലതുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ദൈവനിഷേധികളുണ്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചവരുണ്ട്, അള്ളാഹുവിന്റെ കഴിവുകളെ നിഷേധിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ കഴിവുകൾ അംഗീകരിക്കുന്നതോടൊപ്പം മറ്റു ശക്തികളെ പങ്കു ചേർക്കുന്നവരുമുണ്ട്. അവിടുന്ന് കറകളഞ്ഞ് അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വിശ്വാസി എന്ന നിലയ്ക്ക് ഓരോ മനുഷ്യനും എന്താണ്? ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. അതാണ് ഇമ്മ ഷാക്കിറൻ ഇമ്മ കഫൂറ. മനുഷ്യരിൽ രണ്ടു കൂട്ടമാണ്, ഒന്നെങ്കിൽ ശുക്ർ ചെയ്യുന്നവൻ അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവൻ എന്ന് പറഞ്ഞു. അള്ളാഹു നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ അള്ളാഹ് തന്ന കുറെ സൗകര്യങ്ങളുണ്ട്. അതിലൊരു സൗകര്യമാണ് കപ്പൽ. ഇന്നുണ്ട്. നമ്മുടെ കാലം എത്ര യാത്ര ട്രാവലിങ്ങിന്റെ എന്തെല്ലാം പുരോഗതി വന്നാലും കപ്പൽ ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയൂല. എത്ര ആൾക്കാരെ ജോലി പോട്ടെ, വീടിന്റെ നമുക്ക് പോലും നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ വീടിന്റെ അകത്ത് പോലും പ്രതിസന്ധി നമ്മളെന്ത് ചെയ്തു? നേരിട്ടു. ലോകം മുഴുവൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കടൽ മാർഗേണയുള്ള സഞ്ചാരത്തെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നു എന്നുള്ളത് റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. മനുഷ്യരെന്ത് ചെയ്യട്ടെ? ആലോചിക്കട്ടെ, കാണട്ടെ. വആയത്തും, അവർക്കുള്ള ആയത്താണ്. അന്ന ഹമൽനാ ദുർരിയതഹും, അവരുടെ സന്തതികളെ നാം വഹിച്ചു. ഫിൽ ഫുൽക്ക്, കപ്പലിൽ. എങ്ങനത്തെ കപ്പൽ? അൽ മഷ്ഹൂൻ, എന്താണ്? ചരക്ക് വഹിക്കുന്ന കപ്പലിന്. ഷാഹിന എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷാഹിന എന്ന വാക്കിന്റെ അർത്ഥം ലോറിക്ക് പറയും. ഷാഹിന ലോറി, ലോറി നമ്മള് മൊത്തം എല്ലാ ഇതും കൊണ്ടുപോയി തട്ടുന്ന ലോറിക്ക് ഷാഹിന എന്നാണ് അറബിയിൽ ഉപയോഗിക്കാം. ഷാഹിന, കുട്ടികൾക്ക് പേരിടൂല്ലേ, അത് ഷാഹിന എന്നാണ്. ഷാ ഒരു ഹ ഉള്ള ഷാഹിന എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉറുദു പേർഷ്യൻ വേർഡാണെന്നു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഷാഹിന അറബിയിൽ എന്താണ്? ലോറിയാണ്. മഷ്ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് കപ്പലുകൾ. എന്താ ഉദ്ദേശം? ചരക്ക് കപ്പലുകളിൽ അവരിപ്പോ ചരക്കുകൾ മാത്രമല്ലല്ലോ, മനുഷ്യന്മാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടൊക്കെ പായക്കപ്പലുകളിലായിരുന്നു യാത്ര എന്ന് പറഞ്ഞു. ഇന്നുമില്ലേ നാവികസേന, നേവൽ ബേസ്, നേവൽ ഇതില്ലാത്ത നേവി ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടാവില്ല.
കപ്പൽ പോരാളികൾ ഇല്ലാത്ത രാജ്യമില്ല അല്ലെ. അതിലൂടെയും ശത്രു സൈന്യം വരുമ്പോൾ നേരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. വലിയ വലിയ കപ്പലുകളിൽ വിമാനം വന്ന് ഇറക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാം. വലിയ വലിയ കപ്പലുകൾ, കെട്ടിട സമാനമായ കപ്പലുകൾ മുങ്ങാതെ അതിലൂടെ സഞ്ചരിക്കുന്നതിൽ വിശ്വാസികൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നന്ദി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടുത്ത ആയത്ത് പോക്കാണ്, അടുത്ത ആയത്ത് പോണ പോക്കോക്കണം. വഖലഖ്നാ ലഹും, നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു. മിൻ മിസ്ലിഹി, അതുപോലെയുള്ള. ഇപ്പൊ കപ്പലിലുള്ള സഞ്ചാരം പറഞ്ഞു, ഇതേപോലെ നമ്മൾ പല കാര്യത്തിൽ സഞ്ചരിക്കുന്നവർ. ഇന്ന് ദുബൈയില് നിങ്ങളറിയാം, ഡ്രൈവർ ഇല്ലാത്ത ഇത് ഇറങ്ങി എന്നല്ല പറഞ്ഞേ. ജുമൈറ ഭാഗത്ത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാൻ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോടെ മുഴുവനാകും. നിങ്ങളാലോചിച്ച് ഏതെല്ലാം രൂപത്തിലാണ് സൗകര്യങ്ങളുണ്ട്. പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയതാന്ന് പറയും. പക്ഷെ മനുഷ്യൻക്ക് അതിൽ അഹങ്കരിക്കാൻ ഒരു വകയില്ല. ഒരു വാഹനം പുറത്തിറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ 1000 മനുഷ്യന്മാരുടെ അധ്വാനങ്ങൾ ഉണ്ടാകും, ചിന്തകൾ ഉണ്ടാകും, അല്ലെ, ഗവേഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ടാണ് ഒരു വാഹനം പുറത്തിറങ്ങുന്നത്. പക്ഷെ റബ്ബ് പറഞ്ഞു, നഹ്നു ഖലഖ്നാകും വമാ തഅമലൂൻ. ആ ആയത്ത് ഭയങ്കരാൻ. നഹ്നു ഖലഖ്നാകും, ഞാനാണ് നിങ്ങളെ പടച്ചത്, വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പടച്ചതുമാരാൻ ഞാനാണ്. അപ്പൊ നമ്മൾ ഇനി എന്തുണ്ടാക്കിയാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാന്റെ കഴിവ് കൊണ്ടോ അള്ളാന്റെ ശക്തി കൊണ്ടോ അല്ലാതെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നടക്കുന്നില്ല. അള്ളാഹ് തന്ന കഴിവിൽ നിന്ന്, അള്ളാഹ് തന്ന കഴിവ് എന്ന് പറയുമ്പോ എന്തെല്ലാം സൗകര്യങ്ങൾ അള്ളാഹ് തന്നു. ബുദ്ധി തന്നു, അല്ലെ, മറ്റ് ശാരീരികമായ ക്ഷമത തന്നു, നമുക്ക് ആരോഗ്യം തന്നു, ചിന്തിക്കുവാനുള്ള എല്ലാവിധ ഊർജവും ഉന്മേഷവും തന്നു, കൂട്ടമായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു. ഇതിന്റെ പിന്നിൽ എന്തെല്ലാം സംഗതികളുണ്ട്. ലോകത്തൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് റബ്ബ് പറയുന്നത്, നഹ്നു ഖലഖ്നാകും, നിങ്ങളെ പടച്ചത് നാമാണ്, വമാ തഅമലൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്നതിനെയും പടച്ചതാരാൻ, ഞാനാണ്. അപ്പൊ മനുഷ്യർ എത്ര വലിയ കൊട്ടാരം കെട്ടിയാലും, എത്ര വലിയ കൊട്ടാര സമാനമായ കപ്പലുണ്ടാക്കിയാലും, ഇനി കപ്പൽ മാത്രമല്ല, ഇവിടെ മിൻ മിസ്ലിഹി എന്നാണ്, കപ്പലിനെ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് പല നാടുകളിലേക്കും കടക്കാൻ ഇന്ന് വിമാന മാർഗങ്ങളുണ്ട്. ഇവിടെ വിമാനത്തെ കുറിച്ച്, പക്ഷേ അതേ രൂപത്തിലുള്ള സഞ്ചാരപാതകൾ പലതും അല്ലെ, റോഡ് മാർഗേണ പോകുന്നതുണ്ട്, വായുമാർഗേണ പോകുന്നതുണ്ട്, സമുദ്രമാർഗേണ പോകുന്നതുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ അപ്ഡേറ്റഡ് പലതും, അപ്ഡേഷനായ പല വേർഷൻസും കടന്നു വരുമ്പോൾ, സൗകര്യങ്ങൾ പലതും വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ്? ഇതിൻ്റെയൊക്കെ പിന്നില് അള്ളാഹുവാൻ. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് ഇത് മുഴുവൻ എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവില്ലാതെ ഒന്നും നടക്കുന്നില്ല, പ്രപഞ്ചത്തിലില്ല എന്നാൻ. ആ വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കഴിവിനെ ഓർമ്മിപ്പിക്കും. അവർ വാഹനമേറി സഞ്ചരിക്കുന്ന അതുപോലുള്ളതും നാം എന്ത് ചെയ്തിട്ടുണ്ട്, പടച്ചിട്ടുണ്ട്. ഇന്ന് എത്ര വലിയ ഡബിൾ ടക്കർ വിമാനം ആകാശത്തു കൂടെ പോണത് വലിയ അത്ഭുതമാണ്. എത്ര പോയാലും നമ്മൾ നോക്കൂലേ, ഇങ്ങനെ ആലോചിക്കുന്നിട്ട് പറയും, ഈ കാനുള്ളതൊക്കെ എങ്ങനെ ആകാശത്ത് നിന്ന് താഴെ വീഴാതെ ഇതിനെ താങ്ങി നിർത്തുന്നത് ആരാണ്? അള്ളാഹുവാൻ. കപ്പലുകളെ ഭൂമിയിൽ താഴെ സമുദ്രങ്ങളിൽ മുങ്ങാത്ത വിധം അതിനെ നിയന്ത്രിക്കുന്നത് ആരാൻ? അള്ളാഹുവാൻ. അതാണ് റബ്ബ് പറയുന്നത്, വഇൻ നശഅ നുഗ്രിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരെ മുക്കിക്കളയുമായിരുന്നു. കപ്പലേ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാ? ആലോചിക്കുക. എല്ലാ സൗകര്യങ്ങളും ഒരുക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു വാഹനം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ ഡിഫെൻഡ് ചെയ്യാനുള്ള സംഗതിയോട് എന്ത് ചെയ്യും? എന്തെല്ലാം സൗകര്യത്തിലാണ് ടൈറ്റാനിക് പോലെ ഇറക്കിയത്, അല്ലെ? ലോകത്തെ വിസ്മയിപ്പിച്ച ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു വലിയ കപ്പലിനെ സംബന്ധിച്ച് കേൾക്കാത്തവരാരുമില്ല. ആലോചിക്കുക, അത് മുങ്ങാതിരിക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും അവർ ചെയ്തു. ഒരു വിമാനം തന്നെ അതിന്റെ ഏറ്റവും നല്ല സൗകര്യത്തിൽ, എളുപ്പത്തിൽ, ഒരു പ്രയാസവുമില്ലാതെ അടുത്ത ഡെസ്റ്റിനേഷനിൽ അത് ചെന്നെത്താനുള്ള രൂപത്തിൽ എല്ലാ രൂപകൽപ്പനയും അവരെന്ത് ചെയ്യുന്നത്, എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചിലതെന്ത് ചെയ്യുന്നു, കാണാതാവുന്നു. മലേഷ്യൻ വിമാനം പോയിട്ട് ഇതുവരെ കണ്ടെത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഞാൻ അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ ഒരു ലോറി എത്ര ദിവസം മുങ്ങിക്കടന്നു. അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ, അതിനെ കണ്ടെത്താൻ റഡാറിൽ പറയുമ്പോൾ ആദ്യം പറയും അത് നദിയിലുണ്ട്, പിന്നെ പറഞ്ഞാൽ അത് കരയിലാണ്. ദിവസങ്ങൾ എടുത്തിട്ടാണ് മനുഷ്യൻ അതിനെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം അതുകൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ മാറാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടും പലതും എന്ത് ചെയ്യുന്നു, തകർന്നു പോകുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ആരാൻ? അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നുഗ്രിഖുഹും, നാം അവരെന്ത് ചെയ്യുമായിരുന്നു. ഇവിടെ അവരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കപ്പലിൽ നന്നായിട്ട് യാത്ര ചെയ്ത് ശീലമുള്ളവരാ. അവർ കപ്പൽ മാർഗേണ പല നാടുകളിലേക്കും അവരെന്ത് ചെയ്തിരുന്നു, കച്ചവടങ്ങൾക്ക് പോയിരുന്നു. ആർത്തിരമ്പുന്ന തിരമാലകൾ കാണുമ്പോൾ അവർ പറയും,
അള്ളാന്ന് വിളിക്കും. തിരമാല ഇങ്ങനെ പേടിച്ച് മുഖ്ലിസീൻ ഖലാസോടെ അള്ളാന്ന് വിളിക്കും. പക്ഷെ കരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ ഈമാനെ കണ്ടുപോകും. റബ്ബ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ അവർ അഗറക്ക യുഗരിക്കുന്നാണ്, മുക്ക എന്നാണ് ശരിക്കർത്ഥം. ഗറക്ക എന്ന് പറഞ്ഞാൽ മുങ്ങിന്നാണ്. ഗറക്ക എന്ന് പറഞ്ഞാൽ ഗറക്കട്ട ഗൈൻ ഗറക്ക എന്ന് പറഞ്ഞാൽ മുങ്ങി, അഗറക്ക എന്ന് പറഞ്ഞാൽ മുക്കി, നുഗരിഖ് എന്ന് പറഞ്ഞാൽ നാം മുക്കുമായിരുന്നു, നാം അവരെ സമുദ്രത്തിൽ മുക്കുമായിരുന്നു. അള്ള മുക്കിയില്ല കുറെ ആൾക്കാരെ. ഫിറൗനെ മുക്കിക്കളഞ്ഞ രംഗത്തും അള്ള പറഞ്ഞത് അല്ലെ, അഗറഖ്ന, നാം മുക്കിക്കളഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ റബ്ബ് പറയാ പക്ഷേ ഇനി അള്ള എങ്ങാനും മുക്കിയാല്, അള്ള അവരെ മുഴുവൻ അവിടെ താഴ്ത്തി കളഞ്ഞാൽ ഫലാ സ്വരീഖ ലഹും, അവർക്ക് പിന്നെ ഒരു സ്വരീഖിനെ കിട്ടൂല. എന്താ സ്വരീഖ്? സൊറഹ എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കും അട്ടഹസിച്ചു എന്നാണ്. അത് അട്ടഹസിച്ച് വിളിച്ചിട്ട് നമ്മളെ സഹായിക്കാൻ വരുന്ന ആളാണ് ഇവിടെ ഉദ്ദേശം. സ്വരീഖ് അല്ലെ, നിലവിളിക്കൂലെ, നിലവിളി കേട്ടിട്ട് രക്ഷിക്കാൻ വരുന്ന ആൾക്കാണ് സ്വരീഖ് എന്ന അറബിയിൽ ഉപയോഗിക്കുക. അവിടെ അള്ള ഉപയോഗിച്ച വാക്കതാണ് സ്വരീഖ്. നിലവിളി കേട്ട് സഹായത്തിനെത്താൻ പോലും ഒരാളുണ്ടാവൂല. വലാഹും യുൻഖദൂൻ, അവരവിടെ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. ആരും അവരെ അങ്കത എന്ന് പറഞ്ഞാൽ രക്ഷിക്കാന്നാണ്. യുൻഖിദു രക്ഷിക്കുന്നു എന്നാണ് അല്ലെ. യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല, അവരെ രക്ഷിക്കാൻ ആരുണ്ടാവില്ല. അത് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വലിയ സന്നാഹം ഒരുക്കിയാലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു നിശ്ചയിച്ച കാര്യത്തെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. റബ്ബിന്റെ കഴിവിനെ ഓർമ്മിപ്പിക്കുകയാണ് മക്കയിലെ മുശ്രിക്കുകളെ ഈ ആയത്തുകളിലൂടെ. ഇത് മുങ്ങാതെ ഏതൊരു വാഹനവും അല്ലെ ചില പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് അള്ളാന്റെ റഹ്മത്താണ്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പറയൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലില്, നൂഹ് നബി ഉണ്ടാക്കിയ കപ്പലില്ലേ, കപ്പൽ ഉണ്ടാക്കുമ്പോ തന്നെ നാട്ടുകാർ നൂഹ് നബിനെ പരിഹസിച്ചിരുന്നു. ഈ കുന്നിന്റെ മുകളിൽ എവിടുന്ന പ്രളയം വരാ, പക്ഷെ ഒരു പ്രളയത്തിന്റെ നാള് വരാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പരിഹസിച്ചു. പക്ഷെ എല്ലാ മലകളെയും മൂടിയ പ്രളയം വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലേക്ക് ആളെ കയറ്റി. കപ്പലിൽ കയറി അവർ പറഞ്ഞ വാക്കായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ച വാക്കാണ് സുബ്ഹാനല്ലദി, അള്ളാഹു എത്ര പരിശുദ്ധൻ, സഖറ ലനാ, ഈ ഒരു വാഹനത്തെ എനിക്ക് അധീനപ്പെടുത്തി തന്നത് ആരാണ്? അള്ളാഹുവാണ്. റസൂലുള്ള ഒരു ഒട്ടക പുറത്ത് കയറുമ്പോൾ അത് പറയുന്ന, നബിന്റെ ഹജ്ജിന് പോയ ഒട്ടകത്തിന്റെ പേര് ഖസ്വ എന്നാണ്. ഖസ്വ അല്ലെ, ആലോചിക്കുക, അതിന്റെ മേലെ കയറി ഇങ്ങോട്ട് ഇരുന്ന് ഇത് നമ്മുടെ കാലിന്റെ ഇടയിൽ അതിനെ ഇരുത്തി തന്നത് ആരാണ്? അതൊരു കഴുതയായാലും അതൊരു ഒട്ടകമായാലും സഖറ ലനാ, ഇതിനെ കീഴ്പ്പെടുത്തി തന്നത് ആരാൻ? അള്ളാഹുവാൻ. മെരുക്കി തന്നത് അള്ളാഹുവാൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ ഒരു യാത്രയിൽ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ആ ഒരു ദുആ. ഇവിടെ മനുഷ്യൻ ഓർക്കേണ്ടതും അതാണ്. അത് ശരിക്കും ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള നന്ദി കൂടിയാണ് അല്ലെ. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കയറുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശുക്ർ പറയാ അല്ലെ. കിട്ടിയതിന് അള്ളാഹുവിനെ സ്തുതിക്കുക, റസൂല പറഞ്ഞതുപോലെ നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ അതിന് ഉപയോഗിക്കുക, അതൊക്കെ അതിനുള്ള നന്ദിയാണ്. ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാലുള്ള നന്ദിയാണ്. അത് ചെറിയ ഒരു മോട്ടോർ സൈക്കിൾ ആയാലും അതിന് നന്ദിയുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കല് നന്ദി പ്രകടിപ്പിക്കലാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ അത് നന്ദി പ്രകടിപ്പിക്കലാണ്. അതിന്റെ പുറത്ത് ആളുകളെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ നന്ദി പ്രകടിപ്പിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളതിൽ ഉൾപ്പെടുത്തട്ടെ. കാരണം ഇതൊക്കെ റബ്ബിന്റെ കാരുണ്യമാണ്. ഇല്ലാ റഹ്മ, അത് റബ്ബിന്റെ കാരുണ്യമല്ലാതെ അല്ല. മിന്നാ, നമ്മളിൽ നിന്നുള്ള കാരുണ്യമല്ലാതെയല്ല. വമതാഅൻ ഇലാ ഹീൻ, അതൊരു നിശ്ചിത കാലം വരെയുള്ള മതാഅണ്. എന്താ മതാ? ഒരു വിഭവം അല്ലെ. ദുനിയാവിലുള്ളതൊക്കെ അങ്ങനല്ലേ, ദുനിയാവിലുള്ള കുറച്ച് ഒരുക്കി വെച്ചു, കുറച്ച് കാലത്തിനാണ്. അത് മത്അം, ത്വആം. ഇത് മതാ, ചരക്ക് എന്നാണ് ശരിക്കർത്ഥം. റസൂൽ ഒരിക്കൽ പറഞ്ഞു അദ്ദുനിയാ മതാ, ദുനിയാവിലുള്ളത് മുഴുവൻ എന്താണ്? ചരക്കുകളാണ്, വിഭവങ്ങളാണ്. കുറേ ഉണ്ട്. ദുനിയാവ് എന്ന് പറയുന്നത് വെറും വിഭവങ്ങളാണ്, കേവല വിഭവങ്ങളാണ്. ഖൈറു മതാഇഹ, ഈ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്താണ്? അൽ മർഅത്തു സ്വാലിഹ, സത്വർത്ഥയായ സ്ത്രീയാണെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല അസറ്റില്ലേ നമ്മൾ സമ്പാദിക്കുന്നതിൽ, അതിൽ നമ്മൾ ഒരുക്കി കൂട്ടി വെക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് എന്താണ്? സഹധർമ്മിണി സ്വാലിഹത്താണോ? അതിനോളം പോന്ന ഒരു മറ്റാ ദുനിയാവിലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനെ ഒരു സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവും, മക്കളിൽ തർബിയത്ത് ഉണ്ടാവും അല്ലെ, അയാൾക്കും ആ ഒരു വിശുദ്ധി ഉണ്ടാവും, ആ ഒരു കുടുംബം നല്ല രൂപത്തിൽ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളിൽ ആ ഒരു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, അവർക്കും നമ്മൾ അതുപോലെ ഒരു കൺകുളിർമയുള്ള ഇണകളായി മാറുവാനുള്ള സ്വഭാവ
മഹിമയിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തട്ടെ. ഈ ആയത്തുകൾ വളരെ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച റബ്ബിന്റെ സൗകര്യങ്ങളെ സംബന്ധിച്ച്, റബ്ബ് നമുക്ക് തന്ന സൗകര്യങ്ങളെ സംബന്ധിച്ച്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഇല്ലേ, ആദം നബിയോട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? ഇഹ്ബിതു മിൻഹാ ജമീഅ ഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോ, സ്വർഗത്തിൽ നിന്ന് പോ. നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ ദുനിയാവിൽ എന്തുണ്ട്? ഒരു വിഭവങ്ങളുണ്ട്, അതെടുത്ത് ജീവിക്കുക. കുറച്ചു കാലമേ ഉള്ളൂ. കുറച്ചു കാലം ഉള്ളതിനല്ല നമ്മൾ അധ്വാനം കൊടുക്കേണ്ടത്. കുറെ കാലം, തീരാത്തൊരു കാലല്ലേ. ആഖിറത്തിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ അധ്വാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓർമ്മ നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ. ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയ. പക്ഷെ റബ്ബ് പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കൽ എന്തിനാണ്? ക്ഷണികമായ. ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. ഈ മക്കക്കാരോട് അള്ളാഹ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആജിലത്താണ്. എന്താ ആജിലത്ത്? ക്ഷണികമായ ഐഹിക ജീവിതം. അജലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ധൃതി എന്നാണ്, വേഗം കടന്നു പോകുന്ന നാളിനെ അള്ളാഹു ഉപയോഗിച്ച വാക്കാണ് അൽ ആജില. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തിനെയാണ്? ആജിലത്തിനെയാണ്. വതദറൂനൽ ആഖിറ, നിങ്ങൾ ഉപേക്ഷിക്കുന്നതാകട്ടെ ആഖിറത്തിനെയുമാണ്. രണ്ടും ഭയങ്കര അന്തരമുണ്ട്. ഒന്ന് വേഗം തീരും, മറ്റത് തീരുന്നില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ചെലവഴിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ് എന്ന് റബ്ബ് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു ആ ഒരു മുത്തസാബിഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ആ ഒരു മുത്തസാരിങ്ങളിൽ, അതിവേഗത കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി മത്സരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. അല്ലെ, പല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് സൗകര്യങ്ങൾ നൽകട്ടെ. അള്ളാഹു അവർക്ക് സഹായങ്ങൾ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരട്ടെ. കുറെ തന്നിട്ടുണ്ട് അള്ളാഹ് അനുഗ്രഹങ്ങൾ. അത് കാണാൻ അള്ളാഹു നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ. അല്ലെ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം അറിയാൻ നമ്മുടെ ബുദ്ധികൾ അള്ളാഹു ഉണർത്തട്ടെ. താഴെക്കിടയിലുള്ളവരെ നോക്കുമ്പോൾ നമ്മുടെ വലിപ്പം നമുക്ക് മനസ്സിലാകും. ആ ഒരു രൂപത്തിൽ നിഅമത്തിനെ മനസ്സിലാക്കി അതിന് നന്ദിയുള്ള ഏറ്റവും നല്ല ദാശരിൽ അള്ളാഹ് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നന്ദിയുടെ ഏറ്റവും നല്ല മറുപടിയായി ആ നിഅമത്തിൽ റബ്ബേ നീ ഞങ്ങൾക്ക് വർധനവ് നൽകണേ. ലഇൻ ശകർത്തും ലഅസീദന്നകും എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ നിഅമത്തുകൾ തെന്നിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. റബ്ബേ, നീ തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി റബ്ബേ ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹു, നീ തന്ന അനുഗ്രഹങ്ങളിൽ നീ ബർക്കത്ത് ചെരിയണേ. അള്ളാഹു, നീ തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ. അള്ളാഹു, അതിന് നന്ദി ചെയ്യാനുള്ള മനസ്സും ശരീരവും ആരോഗ്യവും പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ, അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വരുന്ന തിന്മകൾ വിട്ടു പുറത്തു മാപ്പാക്കി തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ കൊടുക്കണേ റബ്ബേ. റഹ്മത്തും ആഫിയത്തും മഗ്ഫിറത്തും ചൊരിയണേ റബ്ബേ. അള്ളാഹു, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹു, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഖൈറും ബർക്കത്തും നൽകണേ. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നിലേക്ക് അടുക്കാൻ കഴിയുന്ന സ്വാബിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ, ശാകിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.